ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഏറ്റവും പുതിയ ബ്രസയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പലരും പറയുന്ന VXi വേരിയൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് വേരിയൻറ്റും നമ്മളുടെ ഈ VXi വേരിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പുതിയ ബ്രസയിലെ ഏറ്റവും പ്രധാന മാറ്റം വന്നിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു എഞ്ചിനിൽ തന്നെയാണ്. നമ്മളുടെ 1 ലിറ്റർ 3 സിലിണ്ടർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനിൽ ഇപ്പോൾ പുതിയ ബ്രസ വന്നിട്ടുണ്ട്. ആ വേരിയന്റ് നമുക്ക് ബേസ് LXi വേരിയന്റ് തൊട്ട് ZXi പ്ലസ് വേരിയന്റ് വരെ അവൈലബിൾ ആണ്. ഇത് VXi 1.5 NA പെട്രോൾ എഞ്ചിനിൽ വരുന്ന വേരിയന്റ് ആണ്. അതിന്റെ മാനുവൽ ആണ്. ഇപ്പോൾ VXi മാനുവൽ അല്ലെങ്കിൽ ബ്രസയുടെ മാനുവൽ ഗിയർ ബോക്സ് എല്ലാം 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് നമ്മളുടെ പഴയ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് തന്നെ. ഇപ്പോൾ ടർബോ പെട്രോൾ എഞ്ചിൻ കൂടാണ്ട് നമുക്ക് 1.5 NA പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. അതിന്റെ LXi, VXi ആൻഡ് ZXi വേരിയന്റിൽ 6 സ്പീഡ് മാനുവലും VXi, ZXi ആൻഡ് ZXi പ്ലസിൽ നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കുമാണ് കൊടുത്തിരിക്കുന്നത്. CNG നോക്കുന്നവർക്കും 6 സ്പീഡ് മാനുവൽ തന്നെയാണ് ഗിയർ ബോക്സ് വരുന്നത്. CNGയിൽ ഓട്ടോമാറ്റിക് ഒന്നും ഇപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് LXi, VXi ആൻഡ് ZXi വേരിയന്റിലാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ബോംബ് ഇടുന്ന പോലെ മാരുതി കൊടുക്കുന്നതാണ് ഇതിന്റെ പ്രൈസ്. ബേസ് LXi വേരിയന്റ് ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റിന് 7,40,000 രൂപയാണ് ഇൻട്രൊഡക്ഷൻ പ്രൈസ് ഷോറൂം കൊടുത്തിരിക്കുന്നത്. ഒരു 8.5 ലക്ഷം രൂപയ്ക്കൊക്കെ ആ വാഹനം ഓൺ റോഡ് ഇറങ്ങും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സെഗ്മെന്റിൽ ഇത്രയും വലിപ്പമുള്ള വലിയ വാഹനം, അതും ടർബോ പെട്രോൾ എഞ്ചിനോട് കൂടി, ആ പ്രൈസിന് വേറെ ഒരു വാഹനവും അവൈലബിൾ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സെഗ്മെന്റിലെ മറ്റ് വെന്യൂ, നെക്സോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ വാഹനമായിട്ട് അത് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്ഡേറ്റഡ് ബ്രസയിലെ VXi വേരിയന്റ് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ളത് VXi വേരിയന്റ് ആണ്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കൽ ഒരു ബേസ് വേരിയന്റും ഈ VXi വേരിയന്റ് ആണ്. ബ്രസയിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ZXi ആയിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യാറുള്ളത് ഈ VXi വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പഴയ ബ്രസയായിട്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. LXi ആൻഡ് VXi ഇപ്പോഴും സിമിലർ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാന മാറ്റം വന്നിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് വന്നു എന്നുള്ളതാണ്. അതൊരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് വരും. ഇത് വേണ്ടി ഗ്രേ കളർ എന്ന് പറയാം. താഴെ നമുക്ക് സിൽവർ ഫിനിഷ് ബെമ്പറിൽ വന്നു എന്നുള്ളതാണ് പ്രധാന മാറ്റം. 200 mm തന്നെയാണ് ഇപ്പോഴും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഹെഡ്ലൈറ്റ് പഴയ പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കാണാം. നടുക്ക് വലിയ ലോഗോ വരുന്നുണ്ട്. നമ്മുടെ ആ ബെമ്പർ യൂണിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിക്ടോറിയസിലൊക്കെ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഫോഗ് ലൈറ്റ് വരുന്നത്. നമ്മൾ റീസെൻ്റ്ലി നമ്മളുടെ ZXi പ്ലസ് വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആ ഫോഗ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഫങ്ഷണലായിട്ടുള്ള എയർ സ്കൂപ്പ് കാര്യങ്ങളും ഇപ്പോൾ അഡീഷണലി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് സെയിം 16 ഇഞ്ച് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 215 60/16 ആണ് ടയർ സൈസ്. അപ്പോൾ ഏത് വേരിയൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇതിനകത്തൊരു വീൽ കപ്പ് ഷോറൂമിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സിൽവർ ഫിനിഷുള്ള വീൽ കപ്പ് ലഭിക്കും. വശങ്ങളിൽ ബ്ലാക്ക് ക്ലാഡിങ് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. പണ്ടത്തെ ബ്രസയിൽ നമ്മളിവിടെ സിൽവർ ഇൻസേർട്ട് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തപ്പോൾ ഇത് ബിൽറ്റിനായിട്ട് ഇപ്പോൾ ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോഴും VXi വേരിയൻറ്റിൽ കൊടുത്തിട്ടില്ല. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമ്മളുടെ B പില്ലറും C പില്ലറും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. സൺറൂഫ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. റൂഫ് റെയിൽസും വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. അപ്പോൾ വശങ്ങളിൽ നിന്നുള്ള ഒരേ ഒരു മാറ്റം ആ ഒരു സിൽവർ ഫിനിഷ് വന്നു എന്നുള്ളതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ VXi വേരിയൻറ്റിൽ ഇപ്പോഴും വരുന്നില്ല. സെയിം പഴയ VXi വേരിയൻറ്റിൻ്റെ ബാക്ക് വശം തന്നെ. ആകെ വരുന്നൊരു ഡിഫറൻസ് VXi മാനുവലിൽ ഇപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് അത് ബേസ് വേരിയൻറ്റോട്ട് കൊടുത്തു എന്നുള്ളതാണ്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ നമുക്ക് ഡിഫോഗറുള്ള ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. വൈപ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല. ബ്രസ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ടെയിൽ ലൈറ്റ് നമുക്ക് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഒന്നും ഈ വേരിയൻറ്റിൽ ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ബെമ്പറിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 328 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി. നമുക്ക്
60-40 സ്പ്ലിറ്റ് സീറ്റ് പഴയ VXIയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്. പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സ്പെയർ വീല് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഹുക്ക് കാര്യങ്ങൾ കാണാം. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ബ്രസയുടെ ഒരു വേരിയൻറ്റിലും നമുക്ക് സ്പെയർ വീല് വരുന്നില്ല. CNG എടുക്കുന്നവർക്ക് അത് ലാഭകരമാണ്. കാരണം അണ്ടർ ബോഡി CNG ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് CNG എടുക്കുന്നവർക്കും ബൂട്ട് സ്പേസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ബാക്കിലേക്ക് ഇവിടെ നോക്കുമ്പോൾ ശരിക്കും ഒരു അപ്ഗ്രേഡിന് പറയുക ഡൗൺ ഗ്രേഡാണ് വന്നിരിക്കുന്നത്. കാരണം 60-40 സ്പ്ലിറ്റ് സീറ്റും ഇതിനകത്തുനിന്ന് ഒഴിവാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസറോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. കീയിലും മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു കീയെങ്കിലും മാറ്റാമായിരുന്നു എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കീയിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് എല്ലാ VXI വേരിയൻ്റ് ഓൺവേർഡ്സ് എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് വരെ ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഫിനിഷ്, ഫാബ്രിക് ഫിനിഷാണ്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ VXIയിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് നമ്മൾ മാനുവലി ഫോൾഡ് ചെയ്യുന്നതായിട്ട് വരും. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പഴയ VXI വേരിയൻറ്റിലും വന്നിരുന്നതാണ്. നമ്മളുടെ പണ്ടത്തെ ബ്രസയുടെ ടോപ്പ് എൻഡിൽ വന്നിരുന്ന ഒരു ഫോർമാറ്റിലുള്ള സീറ്റുകളാണ് ഇപ്പോൾ നമുക്ക് VXI വേരിയൻറ്റിലും വരുന്നത്. നമുക്ക് ഈ വശത്തായിട്ട് നമുക്ക് ആ ഒരു ഹണികോം പാറ്റേൺ കാണാം. അകത്ത് ഈ ഒരു പോർഷൻ സിൽവർ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. പഴയതിൽ സിൽവർ ഫിനിഷ് ആയിരുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളും ഫീച്ചേഴ്സും ഒന്ന് നോക്കാം. അപ്ഡേറ്റഡ് ബ്രസ VXI വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ആദ്യം നോക്കാം. പഴയ ബ്രസയിൽ ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് ടോപ്പ് എൻഡ് വരെ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ഹണി ക്രോം പാറ്റേണിലാണ് വരുന്നത്. അത് എന്തായാലും കാണാൻ ഭംഗിയുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം വന്നു. ആർക്കമിസ് ട്യൂൺ ചെയ്ത 4 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റം. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അതാണ് പ്രധാന മാറ്റം വന്നിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് പഴയ ബ്രസയിൽ കണ്ട സിമിലർ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടത് വശത്ത് നമുക്ക് മ്യൂസിക്കും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇടത് വശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലത് വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇത് VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ പഴയ ബ്രസയിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റാണ്. സ്പീഡോമീറ്റർ, RPM അനലോഗ് എടുത്ത് കൊടുക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ആ ഒരു സ്ക്രീനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നാൽ 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അതിനകത്ത് അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ക്ലാരിറ്റി ഉള്ളതെന്ന് പറയാം. നമുക്ക് നമ്മുടെ ഫ്രോങ്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ലഭിക്കുന്നത് അതെല്ലാം നമുക്ക് ഈ ബ്രസയുടെ ഇതിനകത്ത് ലഭിക്കും. TPMS പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. റിവേഴ്സ് ക്യാമറ VXI വേരിയൻറ്റിൽ വരുന്നില്ല. നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. താഴെ നമുക്കിവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് AC വെൻസ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമ്മൾ പഴയ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതിപ്പോൾ VXI വേരിയൻ്റ് തൊട്ടിനാണ് വരുന്നത്. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, വയർലെസ് ചാർജറോ ടൈപ്പ് സിയുടെ പോർട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ വന്നിരിക്കുന്ന പ്രധാന മാറ്റം ഈ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഇത് നമ്മൾ പുള്ളി ചെയ്തിട്ടാണ് നമ്മളുടെ റിവേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വന്നു. LXI വേരിയൻ്റ് ആണെങ്കിൽ ഇത് ഫുൾ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. സെൻറ്റർ ആംറെസ്റ്റ് ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, 4 ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂടുതൽ ലൈറ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ പഴയ ബ്രസ VXI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന മാറ്റങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ മാറ്റങ്ങൾ മാത്രമാണ്. ബാക്കിയെല്ലാം സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ബ്രസ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യത ഈ VXI വേരിയൻ്റ് തന്നെയാണ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ബാക്സിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാൻ ഡോർ പാഡിൽ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തും ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. ഇത് നമ്മളുടെ വീൽ കപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മീൻസ് ഈ ഒരു ബോക്സിൽ ഇരിക്കുന്നത്. ബാക്കിലേക്ക് AC വെൻസ് വന്നിട്ടുണ്ട്. ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് 2 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. സെൻറ്റർ ആംറെസ്റ്റ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസും ഈ ഒരു VXI വേരിയൻറ്റിൽ ഒഴിവാക്കിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സെൻറ്റർ മൗണ്ടറായിട്ടാണ്
ഇതാണ് റീഡിംഗ് ലൈറ്റ് വരുന്നത്. നമുക്ക് രണ്ട് വശത്തും ഹുക്ക്, അതിൻ്റെ കൂടെ ഗ്രാബ് ഹാൻഡിൽ പ്ലസ് ഹുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് നമുക്ക് ഇവിടെ ഹുക്ക് ചെയ്ത് വെക്കാനായിട്ട് ചെറിയൊരു സ്പേസും നമുക്ക് ഈ സീറ്റിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ബാക്കി ഹെഡ് റൂം, ലെഗ് റൂം കാര്യങ്ങളെല്ലാം പഴയ ബ്രസയിൽ എക്സാക്ട് സിമിലർ ആണ്. കാരണം വാഹനത്തിൻ്റെ ഹൈറ്റിലോ വിട്ടിലോ ഒന്നും മാറ്റം വന്നിട്ടില്ല. വീൽ ബേസ് 2500 mm ആണ്. ഓവറോൾ ലെങ്ത്ത് 3995 mm ആണ്. ബ്രസയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ അവിടെയാണ് ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. പഴയ ബ്രസ 4 സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിൽ പുതിയത് ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 1 ലിറ്റർ ടർബോ വിത്ത് 6 സ്പീഡ് മാനുവൽ, പിന്നെ ഒരു 1.5 NA പെട്രോൾ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ആ ഒരു എഞ്ചിനിൽ തന്നെ നമുക്ക് CNGയും വരുന്നുണ്ട്, അതും മാനുവൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് എഞ്ചിനിലുള്ളൊരു മാറ്റം. മൈലേജ് കമ്പനി വന്നിട്ടുണ്ട്. ടർബോ പെട്രോളിന് 20.9, നോൺ ടർബോയ്ക്കും ഓൾമോസ്റ്റ് 21 കിലോമീറ്ററുമാണ് മൈലേജ് പറയുന്നത്. റിയൽ ലൈഫിൽ ഒരു 14 16 ഇടയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ എല്ലാ വാഹനങ്ങളും സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയാണ് എല്ലാ വേരിയൻറ്റുകളും കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൈസ് നമ്മൾ ആദ്യം പറഞ്ഞാൽ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ. 7.40 എക്സ്-ഷോറൂം ഓണിലേക്ക് വരുമ്പോൾ 8.5 ലക്ഷത്തിനൊക്കെ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പഴയ ബ്രസയുടെ VXi വേരിയൻറ്റിന് 10.5 ലക്ഷത്തിനടുത്തായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഓൺ റോഡ്. അപ്പോൾ ഇതും ഏകദേശം ആ ഒരു പ്രൈസിൽ തന്നെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. ഈ VXi വേരിയൻറ്റ് നിങ്ങൾ ടർബോ പെട്രോളാണ് എടുക്കുന്നത് എങ്കിൽ ഇതിൽ ബ്രൗഷർ പ്രകാരം ടർബോ പെട്രോൾ VXiയിൽ നമുക്ക് അലോയ് വീലും കൂടിയും വരുന്നുണ്ട്. പെയിൻറ്റഡ് ബ്ലാക്ക് അലോയ് വീൽസും കൂടിയും നമുക്ക് അവൈലബിൾ ആണ്. അതാണ് പ്രധാന ഒരു മാറ്റം നമുക്ക് പറയാനായിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വരും വീഡിയോകളിൽ നമുക്ക് പ്രൈസ് വന്നതിന് ശേഷം മറ്റ് വേരിയൻറ്റുകളുടെ വീഡിയോയും പ്രൈസും ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഓണത്തിനൊക്കെ ബ്രസയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ NA പെട്രോൾ എഞ്ചിനൊക്കെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.